വലിയ രാഷ്ട്രീയക്കാരനാ. വീട്ടിലെ പത്രം വരുത്തില്ല. എന്തുകൊണ്ടാണ് വരുത്താതെന്നറിയാമോ? തക്കിളി മോളി ഇല്ലാതായി പോകുന്നു. അതെങ്ങനെ പത്രം വരുത്തിയ മോളില്ലാണ്ടാവണ്? ഇതിൽ മൊത്തം പീഡനവും പിടിച്ചോറിയാണ്. അതുകൊണ്ടാണ് പത്രം വരുത്താത്തതെന്ന് ഒരു ദിവസം ഇവിടെ ഒന്ന് പറയണായിട്ട്. അതെ, കാശ് ചെലവാക്കാൻ പഠിച്ചിട്ട് വരെ ഞൊണ്ടി ഞാൻ പറയണതാ. അമ്മാവന് പഞ്ചസാര കുഴപ്പമില്ലല്ലോ? പഞ്ചസാര ഇല്ല, ഇനി അതിൽ കുറച്ച് ഉപ്പിട്ടാലും എനിക്ക് പ്രശ്നമല്ല. എടീ, അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? വയസ്സായാലും അമ്മാവന് ഷുഗറും പ്രഷറും ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. പ്രഷറും ഷുഗറും ഇല്ല എന്ന് പറഞ്ഞാൽ മതി. എപ്പോഴും നിങ്ങളെടുത്ത് വയസ്സായി വയസ്സായി എന്ന് പറയണ്ട. അമ്മാവന് വയസ്സായിട്ടൊന്നുമില്ല, കല്യാണം കഴിക്കാനുള്ള ചെക്കനാണ്. പറഞ്ഞു കൊടുക്ക്. അല്ല, നിന്നെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി ഞാൻ അമ്മാവനെ നാക്കെടുത്തേ ഉള്ളൂ. അതിനിടയ്ക്ക് നീ എത്തി. നിനക്ക് 100 ആയുസാണ് കളിയാ. അല്ല, നിനക്ക് നീ എന്നെ കുറിച്ച് ചോദിക്കാൻ നിനക്കത് എന്നെ കാണാതെ ഇരിക്കാൻ പറ്റില്ലേ? ഒരു കാര്യം ചെയ്യണം, ഞാൻ നാളെ അങ്ങോട്ട് താമസാവും, അല്ലെങ്കിൽ നീ ഇവിടെ ഒന്ന് താമസിക്കും. സ്വഭാവം ഈ എടുത്തുചാട്ടാണ് എന്റെ കുഴപ്പം. നമ്മൾ എന്ത് പറഞ്ഞാലും അവന് മോശമായിട്ടേ കേൾക്കൂ. അല്ല, എന്നെ കുറിച്ച് എന്ത് നീ ഇല്ലെങ്കിൽ എന്നെ കുറിച്ച് എപ്പോഴാണ് നല്ലത് പറഞ്ഞിട്ടുള്ളത്? അവൻ പറഞ്ഞാൽ എന്താ കുഴപ്പം? ആളെ കുറിച്ച് നല്ലത് പറയിപ്പിക്കണം. അവനിപ്പോ ഒരു കുഴപ്പമില്ല. അവനൊരു കുഴപ്പമില്ല. ആദ്യം എടാ ചെയ്ത് നീ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വീടുണ്ടല്ലോ, അതിൻ്റെ പണിയൊക്കെ തീർത്ത് ഭാര്യയുടെ മുമ്പിൽ നല്ലൊരു കുടുംബമാണെന്ന് തെളിയിക്ക്. ഇപ്പോഴും വാടക വീട്ടിലല്ലേ കിടക്കണത്. ഈ മാസത്തെ വാടകയ്ക്കുള്ള സമയമായി. അളി എൻ്റെ അടുത്ത് പറഞ്ഞു വാടക കാശ് വാങ്ങിച്ചു വെക്കാനായിട്ട്. ആര്? കനകളി ഭയങ്കര തള്ളായി മേളിയാ. പൈസയുടെ കാര്യം നിന്റെ അടുത്ത് എന്താ വാടക വാങ്ങിക്കാൻ അത് ഇഷ്ടപ്പെട്ടു. അമ്മാവനെ രാവിലെ അവിടെ പോയി തെണ്ടി ചായ വാങ്ങിച്ച് കുടിച്ചാലേ അങ്ങോട്ട് ഇറങ്ങുള്ള. ഇവിടെ എന്താ ചായ ഇല്ലേ? എനിക്ക് നേരെ വിളിച്ചപ്പോ ചൂടുള്ള ഒരു ചായ കുടിക്കണം, ബാത്റൂമിൽ പോകണമെങ്കിൽ നമുക്കറിയില്ലേ? എന്താ ഇവിടെ ഇടുന്ന ചായക്ക് ചൂടില്ലേ? അതിനിവിടെ ആരാള് ചായയുടെ തങ്കം ഉണ്ടല്ലോ. വിളിക്കുന്നത് തങ്കം വിളിച്ചു പോകണ്ട. ഇവിടെ തക്കിളി ഇല്ല, തങ്കവും ഇല്ല. ഞാൻ അന്വേഷിച്ചു അവിടെയൊക്കെ. എവിടെ പോയി? എവിടെ പോവാ? നിന്റെ ശല്യം സഹിക്കാൻ ഓടിക്കണോടാ. വളിച്ച തമാശ അടിക്കല്ലേ നീ കൂടുതൽ കേട്ടാ. എന്താ പറഞ്ഞാലും തെറ്റ്. ഇങ്ങനെയാണെങ്കിൽ അവളെ തന്നെ ഇട്ട് പോകും, അതിലൊരു സംശയം വിചാരിക്കണ്ട. നിങ്ങളുടെയൊക്കെ ഉള്ളിലിരപ്പാതാണെന്ന് എനിക്കറിയാം. എന്നെ അവള് ഉപേക്ഷിച്ചിട്ട് പോയാൽ അവളെ വേറെ കെട്ടിക്കാമല്ലോ അല്ലേ? എന്താ നിന്റെ കെട്ടിയനെടുത്ത് ആദ്യം മര്യാദയ്ക്കിരിക്കാൻ പറയും. രാവിലെ ഇറങ്ങി പോയ ഒരു വാക്ക് പറഞ്ഞിട്ട് വെക്കൂടെ തങ്കം? അവനാകെ പേടിച്ചിരിക്കായിരുന്നു നീ അവൻ ഇട്ടിട്ട് പോവാന്ന് പേടിച്ചിട്ട്. പിന്നെ ഇട്ടിട്ട് പോയാൽ എനിക്ക് ഞാൻ എന്നെ കൊണ്ടൊന്നും പറയില്ല അമ്മാവ. അല്ല അമ്മാവ, സ്വഭാവം അതാണല്ലോ. അതെ, ജീവനുള്ള ഒരാൾ അകത്ത് കിടന്ന് ഉറങ്ങണുണ്ട്. ഒരു വാക്കൊന്ന് പറഞ്ഞിട്ട് പോകാൻ മര്യാദ കാണിക്കണം കേട്ടോ. ജീവൻ ഉണ്ടെന്ന് തോന്നില്ല, പോത്ത് പോലെ കിടന്ന് ഉറങ്ങാം. പിന്നെന്താ ചെയ്യണ? എപ്പോഴും പറയണോ, വാതിലും തുറന്നിട്ട് അങ്ങ് പോവും. ക്ലീറ്റ് ഉറക്കുമായിരുന്നില്ലേ? എവിടെ എത്ര അത്യാവശ്യപ്പെട്ട് രാവിലെ പോയേ? എന്താ കണ്ടറിഞ്ഞൂടെ? അമ്പലത്തിൽ പോയതാന്ന്. ഇന്നിപ്പോ എന്താ പതിവില്ലാണ്ട് ഒരു അമ്പലത്തിൽ പോക്ക്? പോയി അന്വേഷിച്ചു നോക്ക്. എന്താന്ന് സർപ്രൈസ്? എന്തായാലും ഇന്ന് ഒരു പായസം കുടിക്കാനുള്ള കൊപ്പുണ്ടല്ലോ. ആർക്കറിയാം, ഇവിടെ അമ്മയ്ക്ക് മോക്ക് എന്നും സർപ്രൈസും വിശേഷവും പായസവും ഒക്കെ തന്നെ. അല്ലെങ്കിൽ തന്നെ ഇവൻ എന്താ അറിയാം? 10 മണി വരെ കിടന്ന് പോത്തുപോലെ കിടന്ന് ഉറങ്ങണം വല്ല അറിയാൻ പറ്റും. അതെ ഞാനേ വേണ്ടേ, നിനക്ക് അവനെ വേണോ ജീവനോടെ? വിളിച്ചോട്ട് പോപ്പി. അതെ, ഞാൻ എന്താ കാര്യം അറിഞ്ഞിട്ട് വരാം. എന്തോ വിശേഷം ഉണ്ട്. അതെ ആയിരിക്കുമോ? ഇപ്പൊ ആലോചിക്കണം എന്താ? അവളോട് ചോദിച്ചാ പോരെ, നടക്കാണ്ട്. അവര് സർപ്രൈസ് അതൊന്നും പറയില്ല. എനിക്ക് തോന്നണതേ ചായ ഇടട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങും. അമ്മാവാ, ഈ പായസത്തിൽ എന്താണ് കാര്യം എന്നുള്ളത്? എനക്ക് വല്ല സ്കോളർഷിപ്പ് കിട്ടിയ ആഘോഷത്തിന്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് സാധനം തങ്കം ചായ ഒന്നും വേണ്ട, കിടുവാ. ചായ ഞാൻ അവിടുന്ന് കുടിച്ചു. ഞാൻ എന്റെ കെട്ടിയാനോ അവിടെ കൊടുത്തോ. ഹലോ, എന്താണ് പായസം വെക്കണേന്റെ കാര്യം? വിശേഷം വിശേഷം അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് എന്താ? അപ്പുറത്തെ വീട്ടിലേ തങ്കമണി അമ്മീനെ പ്രസവിച്ച ദിവസം എല്ലാ വർഷം ഞാനത് ആഘോഷിക്കാറുണ്ടല്ലോ. എവിടുത്തെ? അപ്പുറത്തെ വീട്ടിലെ. ആരെ തങ്കമണി? പശു. മറന്നോ? ഇന്നങ്ങനെ ബർത്ത്ഡേയാ. അപ്പൊ എന്റെ ഭാര്യയുടെ പ്രായം ഒന്നുകൂടെ കൂടി, കുറെ കൂടെ വയസ്സായി എന്റെ ഭാര്യ. അയ്യോ തങ്കം ചെലവ് ചെയ്യണേട്ടാ. ഞാൻ വിഷ് ചെയ്തു. വേണ്ട, ഇതൊന്നും ഓർക്കാൻ നിങ്ങൾക്ക് ആർക്കും പറ്റൂലല്ലോ. നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കാറുണ്ടല്ലോ. എന്റെ ഒരു ആവശ്യം വരുമ്പോ ആർക്കും ഓർമ്മയില്ല. ഞാൻ ഓർമ്മിപ്പിക്കാത്ത എന്താ അറിയാമോ? നിനക്ക് ഇടക്കിടക്ക് നീ എന്നെ പറയാണ്ട് പ്രായം കൂടി പോയി വിളിട്ട് ഞാൻ വയസ്സായെന്നൊക്കെ പറയാം. അപ്പൊ ഇനി ഒരു വയസ്സ് കൂടിയെന്ന് പറയുന്നത് നിനക്ക് ആ വിഷമം ഉണ്ടാവണ്ടല്ലോ. അല്ലാതെ മറന്നുപോയതല്ല. ഞാൻ അങ്ങനെ മറക്കും? ഞാനിത് പറയാനായിട്ട് അങ്ങോട്ട് ഇരിക്കുവായിരുന്നില്ലേ. അപ്പൊ എങ്ങനെയാണ് ആഘോഷങ്ങൾ? പായസം വേണം. അയ്യോ, പായസം മാത്രമൊന്നുമല്ല, പോത്തിറച്ചി,
ഇച്ചിരി ഫ്രൈഡ് റൈസും വെച്ച് പോത്തിറച്ചിയും വൈകിട്ട് ചെറിയ ആഘോഷങ്ങൾ കൂടെ ആയാൽ ഞങ്ങള് ശരിക്കും ഞങ്ങളുടെ സമുദായത്തിലൊന്നും ഈ പിറന്നാളിന് ഇറച്ചി മീനൊന്നും തിന്നില്ല. പിന്നെ നീയും കൂടി കൂടിയ സ്ഥിതിക്ക് ഞാൻ വേണമെങ്കിൽ ഇറച്ചിയും തിന്നാം, പായസം കുടിക്കാം. വേണ്ട അപ്പൊ സ്പോൺസർ അമ്മാവനാ. ആ നമുക്ക് സ്വന്തമായിട്ട് അമ്മാവന്മാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മരുമക്കൊക്കെ അതൊക്കെ ചെയ്തു തരും. അതൊക്കെ കുടുംബമായിട്ട് കഴിയണ അമ്മാവന്മാരുണ്ടെങ്കിൽ ഇത് അമ്മാവൻ തന്നെ പിറന്നാൾ ആഘോഷിക്കാറില്ല. അങ്ങനെയുള്ള അമ്മാവനൊന്നും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അമ്മാവന് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും കൊടുക്കും. വെറുതെ അമ്മാവന് ആവശ്യമില്ലാത്ത പറഞ്ഞ് വിഷമിപ്പിക്കണ്ട. അതെ, നീ ഇപ്പൊ കല്യാണം കഴിഞ്ഞ പെണ്ണാ, നിന്റെ കെട്ടിയുണ്ടല്ലോ അവനാണ് ചെലവ് ചെയ്യേണ്ടത്. അയ്യോ ഞാൻ ചെയ്തോളാം. ATM എടുക്കടി. എന്നിട്ടാ എടുത്തു കൊടുക്ക്. അതിനകത്ത് ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ATM എന്തുണ്ടായിട്ടാ നിങ്ങൾ ATM എടുക്കടി എന്ന് പറയണത്? ഞാൻ പറഞ്ഞത് എന്റെ ATM അല്ല, നിന്റെ ATM എടുക്ക. അത് കണ്ടിട്ടാണല്ലേ. വേണ്ട കേട്ടോ, അതിനകത്ത് ആകെ 750 രൂപയുള്ളൂ. 500 രൂപ അതിനകത്ത് മിനിമം ബാലൻസ് വേണം. 500 മിനിമം, 1000 വേണം മിനിമം. അത് ചെക്ക് ബുക്ക് ഉള്ളതിന് അതിൽ 500 മതിയോ? അതെ, സ്വന്തം ഭാര്യയുടെ പിറന്നാൾ ഒരു 500 മുടക്കി ആഘോഷിക്കാനൊക്കെ ഈ ക്ലീറ്റോക്ക് ഹെൽപ്പുണ്ട് കേട്ടോ. എന്റെ പൊന്ന് ക്ലീറ്റോ, ഇനി അതിന് വേണ്ടിയിട്ട് ക്ലീറ്റോ കടം കൊണ്ട് എന്റെ പിറന്നാളൊന്നും ആഘോഷിക്കേണ്ട. എനിക്ക് പിറന്നാൾ വേണ്ട. നിങ്ങളായിട്ട് ആരും എന്റെ പിറന്നാൾ ആലോചിച്ചില്ല, ചിന്തിച്ചില്ല, ഒന്നുമില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ ബർത്ത്ഡേ വിഷ് ചെയ്തത്? ഞാൻ സർപ്രൈസ് തരായിരുന്നതാണ്. വേണ്ട, എനിക്ക് സർപ്രൈസ് ഇല്ല, ഞാനിത് ആഘോഷിക്കും. എന്റെ ഭാര്യയുടെ പിറന്നാൾ ഞാൻ ആഘോഷിച്ചിട്ടേ അടങ്ങൂ. എനിക്ക് പിറന്നാളില്ല അപ്പോ. പിന്നെ അല്ല അപ്പൂപ്പന്റെ ബർത്ത്ഡേ എന്നാ? എന്റെ ബർത്ത്ഡേ അതൊന്നും ആഘോഷിക്കാറില്ലേ. പറഞ്ഞ അടുത്ത വർഷം ഒരു വലിയ സർപ്രൈസ് തരാം ഞാൻ. കുംഭമാസത്തിലെ രോഹിണി നാളാണ്, അതൊക്കെയറിയാം. കുംഭം എന്ന് വെച്ചാൽ വയറല്ലേ പപ്പ? എടി മലയാളത്തിലെ കുംഭമാസം. മലയാളത്തിൽ അതേത്? അവക്ക് കുംഭം അറിഞ്ഞൂടാ, കുന്തോ അറിഞ്ഞൂടാ, കൊടച്ചക്രം അറിഞ്ഞൂടാ. അറിയാം. അയ്യോ അതെ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുമ്പോ സൂക്ഷിക്കണം. മലയാളത്തിലെ 12 മാസം ഉള്ളതൊക്കെ കുട്ടികളെ പറഞ്ഞു കൊടുക്കണം. പണ്ടൊക്കെ തറവാട്ടിലെ നാമം ജപിക്കുമ്പോ ആഴ്ചകൾ 7, മാസം 12 അങ്ങനെയൊക്കെ പഠിക്കാണ്ടായിരുന്നു. ഇംഗ്ലീഷ് മലയാളം പറഞ്ഞാൽ ഫൈൻ അടിക്കും. മലയാളം സ്കൂളിൽ പറയണ്ട, വീട്ടിലെ പറയണില്ലേ? പഠിച്ചു വെക്കണം മലയാളം. എന്റെ മോക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാവുന്ന ഒരു ഭാഷ മംഗ്ലീഷാ. ഇല്ല, ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് കാര്യമില്ല, മലയാളം അറിയണം. അല്ലയാ, അപ്പൊ എങ്ങനാ ബർത്ത്ഡേ പാർട്ടിയൊക്കെ തങ്കത്തിന്റെ? ഞാൻ അതാണ് ആലോചിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കേക്ക് വാങ്ങിച്ച് മുറിച്ചല്ലേ മോശമല്ലേ കളിയാ? പിന്നെ അത് ശരിയാണ്. അവക്ക് വിഷമാവൂലേ? സംഗതി അവള് ATM കാർഡിന്റെ തന്നു. പക്ഷെ അതിൽ 750 രൂപയേ ഉള്ളൂ. അതിലിപ്പോ എന്ത് ചെയ്യാനെന്നേ? ഈ 750 രൂപയും കൊണ്ട് പോയാലുണ്ടല്ലോ, ഈ ATM പോയാൽ 500 രൂപ കിട്ടത്തുള്ളൂ, 100 രൂപ കിട്ടത്തുമില്ല. അതാണ് എന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, മറ്റേ അപ്പുറത്ത് അമ്മനും ആ പെണ്ണും ഒക്കെ അറിഞ്ഞു, അമ്പളിക്കുട്ടനല്ലേ ഇവിടെ ബർത്ത്ഡേ ആണെന്നൊക്കെ അറിഞ്ഞ്, അമ്മാവനും ഉണ്ട്. അമ്മാവനുണ്ടല്ലേ? അവരുടെ മുമ്പിൽ നാണം കിടാതിരിക്കണ്ടേ, എന്തെങ്കിലും കുറച്ച് ഒരു ഇത് കേക്ക് മുറിച്ച് ഇച്ചിരി ബീഫും ചോറും അവർക്കും കൂടെ കൊടുത്തില്ലെങ്കിൽ നാണക്കേടാണളിയാ. അത് ശരിയാണ്. കൂട്ടത്തിൽ നമ്മളോട് വരാം. അതാവാം, പക്ഷെ പൈസക്ക് എന്ത് ചെയ്യുന്നുള്ളതാണ് ഞാനങ്ങനെ. എന്റെ പൊന്നളി, എന്റെ അവസ്ഥ അറിയാമല്ലോ. എന്റെ അമ്മായിയമ്മയാണെ ആശുപത്രിയിലാണ്. നിനക്കറിയാമല്ലോ ഞാൻ എന്തുമാത്രം കഷ്ടപ്പാടിലാണെന്ന് അറിയാമല്ലോ. എടാ, ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല. പ്രശ്നം അതാളിയാ നല്ലത്. ATM കാർഡ് എന്റെ ഉണ്ട്. പൈസ ഇല്ല ഉണ്ട്. അവിടെ ഗൾഫിൽ നിന്ന് അകലമാർക്ക് അയച്ചു തരില്ല. അത് ഈ അക്കൗണ്ടിലല്ലേ വരുന്നത്. എനിക്ക് ഒരു 2000 രൂപ തന്നാൽ മതി. ഞാൻ ഒരു അടുത്ത 2 മാസത്തിനകത്ത് തിരിച്ചു തന്നേക്കാം. നമുക്ക് ATM പോയാലോ? എന്റെ പൊന്നളിയാ ക്ലീറ്റസ്, നീ ഈ മണ്ടം പറയുന്ന കാര്യം കേട്ടോണ്ടാണ് പോകുന്നത് ഇവന്റെ പുറക്കെ. അളിയാ, ഇവന്റെ ATM പൈസ ഉണ്ട്, മുത്തുലക്ഷ്മിയുടെ അക്കൗണ്ടിൽ കാശുണ്ട്. പിന്നെന്ത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. പിൻ നമ്പർ ഇവനറിയാമോ? പിൻ നമ്പറാ? ATM പൈസ എടുക്കണേ പിൻ നമ്പർ അറിയണ്ടേ? അത് ഇവനെ അറിയാമോ? എന്റെ പൊന്നളിയാ, കഴിഞ്ഞ ആഴ്ച എന്നോട് ചെയ്ത ചതി അറിയാമോ? ഒരു കാറിന് അഡ്വാൻസും കൊടുത്തിട്ട് ബാക്കി പൈസ കൊടുക്കാൻ വേണ്ടിട്ട് ഇവ എന്റെ പൈസ തരാന്ന് പറഞ്ഞു. ഇവനെ ഞാൻ കാറിനകത്ത് കയറ്റി ATM നടയിൽ ചെന്ന് നിന്നിട്ട് ഇവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിൻ നമ്പർ അറിയത്തില്ലാന്ന്. 250 രൂപയ്ക്ക് തിന്നുകയും ചെയ്തിട്ട്. ATM കാർഡ് ഇങ്ങനെ കൈ കൊണ്ട് നടക്കല്ലേ, എവിടെയെങ്കിലും നമ്മുടെ ഫോട്ടോകളൊക്കെ വെച്ചിട്ടില്ലേ, പടങ്ങള് ദൈവത്തിന്റെ അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഊഹിച്ചു. ബാങ്ക് ഉണ്ടാ തങ്കത്? എനിക്കല്ല, അങ്ങോട്ട് കൊടുക്ക്. എന്താണ് ഇന്നത്തെ പ്രത്യേകത? അതെ, ഞാൻ ഉച്ചയ്ക്ക് ഒരു പിറന്നാൾ സദ്യ റെഡിയാക്കാന്ന് പറഞ്ഞ. അപ്പൊ അവള് പറഞ്ഞു വേണ്ട അമ്മാമ, പായസം മാത്രം മതി. ആരുടെ പിറന്നാള്? തങ്കത്തിന്റെ പിറന്നാളല്ലേ ഇത്? പിറന്നാളാണോ? എടുത്ത് പറയാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. സെയിം ടു യു. അമ്മേ സെയിം ടു എന്ന് പറയോ? അതെനിക്കറിയാം. താങ്ക് യു. തങ്കം സൂപ്പർ ആയിട്ടുണ്ട്. അല്ല,
പിറന്നാളായിട്ട് ഈ ഒറ്റ പായസത്തിൽ ഒതുക്കാനാണ് പരിപാടി. ആദ്യത്തെ പിറന്നാളല്ലോ. എത്രാമത്തെ പിറന്നാളായിരുന്നു അല്ലേ? കേക്ക് വേണം കേക്ക് വേണം. അതെ നമുക്ക് വേണ്ട ചെലവൊക്കെ ചെയ്യേണ്ടതാരാ? ക്ലീറ്റസ് അല്ലേ? വരില്ല. കാരണം ഇവളുടെ പിറന്നാളെന്ന് പറഞ്ഞാൽ കയ്യും വീശി വരാൻ പറ്റില്ലല്ലോ. ഇനി എല്ലാവരും ഉറങ്ങുമ്പോ ഇങ്ങനെ പതുങ്ങി പതുങ്ങി ഒരു വരവ്. അവന്റെ ഒരു കാര്യം നന്നായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് അവന്. പായസം ഇഷ്ടപ്പെട്ടോ? അടിപ്പാണ്. ഉണ്ടാക്കി എനിക്ക് പഠിപ്പിച്ചേ. ഓ ഇപ്പൊ അതിനെല്ലാം പഠിച്ചു പോയല്ലോ. പഠിച്ചിട്ടൊന്നും കാര്യമില്ല, കൈപുണ്യം വേണം അല്ലേ? അത് കറക്റ്റ്. എന്ത് പഠിച്ചിട്ട് എന്താ കാര്യം? ആ അതൊന്നും പറയണ്ട. ചക്കക്കുരു മാറ്റം മുഴുവൻ മതി മതി മതി. പായസം കുടിക്കാൻ എത്രയായി ജോയി? ഇത്രയുള്ളോ? 50 രൂപ പോരാ. ജോയിക്ക് ഞാൻ 100 രൂപ തരും. എൻ്റെ വീട്ടിലൊരു സന്തോഷമുണ്ട്. ആ ആഘോഷത്തിൽ ജോയിയും പങ്കുചേർന്നു ആഘോഷിച്ചു കേട്ടോ. ഓക്കെ. തങ്കമ്മേ തങ്കമ്മേ തങ്കം വയ്ക്കുന്നല്ലോ നല്ല നാള് പിറന്നാള്. ശരിയടി? നല്ല മൂഡിലാണല്ലോ. അല്ല പായസം വയ്ക്കാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് പായസമൊക്കെ റെഡിയായോ? എവിടെ നിന്ന് പൈസ? ആനത്തൊന്ന് പൊട്ടി വീണത്. ഏയ്, നീ എന്തിന് പൊട്ടം പുട്ടുപോലെ ഇരിക്കുന്നത്? ആ രാഗി, അയ്യോ മറന്നുപോയി പൊന്നുമോളെ. എന്നാ കൊതി തീരുവോളം തിന്ന ചോക്ലേറ്റ്. ഓ അതൊന്നും വേണ്ട. എൻ്റെ തങ്കത്തിന്റെ പിറന്നാൾ നീ ഇനിയും ചോക്ലേറ്റ് തിന്നില്ല എന്നുള്ള. പിന്നെ നിനക്കൊരു ജോഡി മുണ്ട് ഷർട്ടും നിനക്കൊരു ചുരിദാറ്, അവൻ്റെ തലയിൽ വെക്കാൻ ഒരു വിഗും വാങ്ങണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ സമയം കിട്ടിയില്ല. ഇവിടെ നിന്ന് വീട് വെച്ച് മാറുമല്ലോ എൻ്റെ പൊന്നിളിയെ. അപ്പോൾ ഞാൻ ആ നിമിഷാളിനെ വാങ്ങിച്ചു. അവിടെ എത്രയും പെട്ടെന്ന് അത് ഒപ്പിക്കാനുള്ള പരിപാടി നോക്കും കേട്ടാ. ഹലോ ഉണ്ട്, ഇതിനകത്തുണ്ട് സാധനമുണ്ട്, ഇതിനകത്തുണ്ട്. എങ്ങനെ വിശ്വസിച്ച് കഴിക്കാം? ആ വിഷമിക്കണ്ട കേട്ടാ. എൻ്റെ ആർക്കും ഒരു സന്തോഷമില്ലായ്മ. നീ മനസ്സിലായി? ഇവിടെ ചിലരുടെയൊക്കെ മനസ്സിലിപ്പോൾ ഓർഡർ എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഞാൻ എവിടെ നിന്നോ കള്ളത്തരത്തിൽ പൈസ ഒപ്പിച്ചുകൊണ്ട് വന്നതാണ്. അതിൻ്റെ പിന്നാലെ ഇനിയിപ്പോൾ ആള് വരും എന്നൊക്കെ ഉള്ളായിരിക്കും. എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഇതൊക്കെ മനസ്സിലാവും? എടാ അമ്പിളി, അതാണ് ക്ലീറ്റോ. ആ ഇവിടെ ക്ലീ ഇവിടെ എൻ്റെ പൊണ്ണ് മോള് സത്യമായിട്ടും ഈ പൈസ ഇത് ഇന്ന് കർത്താവ് എനിക്ക് തന്നതാണ്. നീ വെറുതെ കുട്ടിയുടെ തലയിൽ കൈ വെച്ചിട്ട് സത്യം ചെയ്യില്ല. അവൾക്ക് എന്തായാലും പറ്റും. അമ്മാവ, ഈ പൈസ ഈ സ്പോൺസർ ബൈ കർത്താവ് എനിക്ക്. ഞാൻ പറയാറില്ലേ എനിക്ക് പൈസ വരാണ്ട് എന്ന് ഞാൻ കുറെ പ്രാവശ്യം പറയുമായിരുന്നല്ലോ. ഇന്ന് അതിൽ നിന്ന് കുറച്ച് പൈസ എനിക്ക് വന്നു. ആ പൈസയാണ് ഈ പൈസ. അവിടെ ആരും വിഷമിക്കണ്ട. ഒരു മനുഷ്യനും ഇവിടെ വരും. അതെ, സംസാരിക്കണ്ട. കേക്ക് മുറിയുണ്ട്. എന്റെ ബർത്ത്ഡേക്ക് അമ്പിളിച്ചേട്ടൻ വലിയ ചോക്ലേറ്റ് കേക്കാ വാങ്ങിച്ചത്. വലിയെന്ന് പറഞ്ഞാൽ ഈ മേശയുടെ എത്ര നീളം വരുമോ? അത്ര ഉണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ. പക്ഷെ അതെ ചോക്ലേറ്റ്, പക്ഷെ ഇത് ബട്ടർ സ്കോച്ച്, ഇതാണ് സൂപ്പർ. എന്നിട്ട് രഹസ്യമായിട്ട് കേക്ക് മുറിച്ച് തിന്നല്ലോ. ഞങ്ങൾ അങ്ങനെയല്ല, എല്ലാരും വിളിച്ചു. അപ്പൊ എന്റെ തങ്കക്കുട്ടത്തിന്റെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോവാണ്. റെഡി അല്ലേ എല്ലാവരും? പിന്നെ എന്നാ പിന്നെ തങ്കം വയ്ക്കുന്നല്ലോ നല്ല നാളെ പിറന്നാള്. മുറിച്ചേ. എവിടുന്നാണ് കിട്ടിയ പൈസ?
ഈശ്വർ കർത്താവ് ഞാൻ പറഞ്ഞില്ലേ കർത്താവ് വലിയ ഹാപ്പി ആയല്ലോ എല്ലാവരും ഹാപ്പി ആണല്ലോ എല്ലാവരും അതെ ബീഫ് കഴിക്കുമല്ലോ ബീഫ് അതുണ്ടോ? ബീഫുണ്ട് കുറച്ച് പൊറോട്ട ഉണ്ട് അതും കഴിച്ചിട്ട് നമുക്ക് ഇന്ന് എല്ലാവരും കൂടി ഇവിടെ ഇറങ്ങിയാലോ അല്ലേലും ഞാൻ നിങ്ങളെ അവിടെ കിടന്നല്ലോ അവിടെ പോയി കിടന്ന അത്രയ്ക്ക് വേണ്ട. നമസ്കാരം. ഞാൻ SPP ബാങ്കിൽ നിന്നാണ്. ബാങ്കിൽ അതെ. ഇവിടെ എന്താ മിസ്സിസ് തങ്കത്തിന്റെ വീട്. തങ്കത്തിന് അന്വേഷിച്ചു വന്നാ തങ്കത്തിന് ഇടുതല്ല അതാണ്. അപ്പൊ ഞാൻ വിളിക്കാം. തങ്കം തങ്കം നിന്നെ അന്വേഷിച്ച് ബാങ്കിൽ നിന്ന് ഒരു സാറ് വന്നിട്ടുണ്ട്. എന്താന്ന് ബാങ്കിൽ നിന്ന് ബാങ്കിൽ നിന്ന് ഞാൻ SPP ബാങ്കിൽ നിന്നാണ്. ഇന്നലെ ATM ഉപയോഗിച്ച് ക്യാഷ് വല്ലതും വിട്ടുപോകാൻ ശ്രമിച്ചിരുന്നു. എന്താന്ന് ഇന്നലെ ATM പോയി പൈസ വല്ലതും പിൻവലിച്ചോന്ന്. ഇല്ല കേട്ടോ, ഇന്നലെ ഞാൻ പുറത്തു ഒരു പോയി. പുരുഷനാണ് വിഡ്രോ ചെയ്തത്. അങ്ങനെ ആരെങ്കിലും ഇവിടെ? പുരുഷൻ എന്താ പറയുക ക്ലീറ്റസ് ആയിരിക്കുമോ? ക്ലീറ്റ് എന്റെ തങ്കത്ത് എന്റെ ആണോ? അതെ അതെ, നിങ്ങളുടെ കാർഡാണ്. എന്റെ കാർഡ് ക്ലീറ്റിന്റെ കയ്യിലില്ല. ആണോ എന്നാ ചോദിച്ചോ. ഒന്ന് വിളിക്കാം. ഇല്ല കേട്ടോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. ക്ലീറ്റാ ഒന്നിങ്ങ് വന്നേ. അങ്ങ് വന്നേ. ഒരു ഇന്നലെ ATM നിന്ന് ക്യാഷ് വല്ലതും വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചായിരുന്നോ? എന്റെ ATM കാർഡിൽ ഉണ്ട്. അല്ല, ക്ലീറ്റോന്റെ അല്ല, എന്റെ കാർഡ് എടുത്തു വന്നു. ക്ലീറ്റോന്റെ കാർഡ് എടുത്തായിരുന്നു ഇന്നലെ. ഇല്ല ഞാൻ തന്നെ നിന്റെ കാർഡ് എടുക്കണം. ഞങ്ങളെല്ലാം അതിന്റെ പ്രൂഫ് ഉണ്ട്. ഇന്നലെ എടുത്തതിന്റെ ഒരു വെള്ള ഇട്ട ഷർട്ട് ഇട്ട് വെള്ള ഡ്രസ് ഇട്ടല്ലേ? കണ്ണൂർ കാര്യം പറ. നീ ഇന്നലെ ATM നിന്ന് പൈസ എടുത്താ ചോദിക്കുന്നത്. ഞാനത് പറയാൻ വിട്ടുപോയി. പക്ഷെ ഒന്നുമില്ല കേട്ടോ. എവിടുന്നാ? നിങ്ങളുടെ SPP ബാങ്കിൽ നിന്നാണ്. അല്ല, ബ്രാഞ്ച് തിരുമലയ്ക്ക് അടുത്തുള്ള ബ്രാഞ്ച്. ഞാനേ കാർഡ് എടുത്തിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ അതിലൊന്നുമില്ലായിരുന്നു. അങ്ങനെയൊന്നും പറയരുത്. അത് ഇന്നലെ എടുത്തതിന്റെ ഫൂട്ടേജ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്തെങ്കിലും പ്രൂഫ് ആവശ്യമുണ്ടെങ്കിൽ ബാങ്കിലോട്ട് വന്നാൽ ഞങ്ങൾ കാണിച്ചു തരാം. എന്താ സാറേ സംഭവിച്ചത്? എന്റെ കാർഡിൽ പൈസ പുള്ളി എടുക്കാമല്ലോ. വേറെ ഒന്നുമല്ല, 500 രൂപ പുള്ളി വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ 10,000 രൂപ അത് ടെക്നിക്കൽ എററായിട്ട് പുള്ളിയുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ ഫൂട്ടേജ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അത് എത്രയും വേഗം തിരിച്ചടയ്ക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത് പക്ഷെ എന്റെ കിട്ടിയില്ല തങ്കം. ഇല്ല എന്റെ അല്ല, ഞങ്ങളുടെ കയ്യിൽ CCTVയുടെ ഫൂട്ടേജിൽ എല്ലാം കാണുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തെളിവ് വേണമെങ്കിൽ ബാങ്കിൽ വന്നാൽ ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഞാനത് എടുത്തപ്പോ വന്നു, പക്ഷെ അത് അല്ല, അങ്ങനെ പറയണ്ട. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കകത്ത് ആ കാശ് നിങ്ങൾ എന്തായാലും ബാങ്കിൽ കൊണ്ട് അടച്ചേ പറ്റും. ഇല്ലെങ്കിൽ ആ കാർഡ് നെയിം ആരുടെ പേരിലാണോ ഇരിക്കുന്നത് അവരുടെ പേരിൽ നിങ്ങൾക്ക് ലീഗൽ ആക്ഷൻ എടുക്കേണ്ടി വരും. അയ്യോ, അത് സാറേ പൈസ കയ്യിൽ നിന്ന് ചെലവായി പോയി. ഒരു 1200 രൂപ. ഒരു രക്ഷയുമില്ല. ഞങ്ങൾക്ക് ഫർദർ മൂവ്മെന്റ് നടത്തിയേ പറ്റുള്ളൂ. സോറി, ഞങ്ങൾക്ക് പോയേ പറ്റൂ. സാറേ കുറച്ച് സാവകാശം തരാമോ? ഒരു മാസം. ഒരു രക്ഷയുമില്ല. ഞങ്ങൾക്കത് ഒരു ലീഗലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കാശെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം എന്തായാലും നിങ്ങൾ തിരിച്ചടച്ചേ പറ്റുള്ളൂ. ഓക്കെ, ക്ഷമിക്കും. അത് ശരി. അപ്പൊ ഈ ATM മെഷീനാണ് എന്റെ ദൈവല്ലേ? നാണുണ്ടടാ വല്ലോന്റെ കാശ് കൊണ്ട് ഭാര്യയുടെ പിറന്നാൾ ആഘോഷിക്കാൻ? അധ്വാനിച്ച് കാശുണ്ടാക്കിയിട്ട് ആഘോഷിക്കണടാ. 3 മണിക്കുള്ളിലേ ആ കാശ് കൊണ്ടടിച്ചില്ലെങ്കിൽ തങ്കം ജയിലാവും. കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാണ്ട് എങ്ങനെയും കാശ് കൊണ്ടടക്കടാ. പിന്നെ Alien versus Alien.